ശരിക്കും നല്ലപോലെ അധ്വാനിച്ചിട്ടാണ് അവിടെ ഒരു ഭരണം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഒന്ന് ഇരുന്ന് കാല് നീട്ടണമെങ്കിൽ അത് പറ്റാത്തൊരവസ്ഥയാണ് നിലവിൽ വി വി രാജേഷിനുള്ളത് സമാധാനത്തിൽ ഇതിൽ. കാരണം ഈ പറയുന്ന പോലെ ഈ മാജിക് നമ്പർ 51 എന്ന് മാത്രമായി പോയതുകൊണ്ടാണ്. ഈ 51 നിലനിർത്തുക എന്നുള്ളത് അതിന് 18 അടവും പുറത്തെടുക്കേണ്ട സകല മാൽ പ്രാക്ടീസും നടത്തുന്ന പോലെയാണ് നിലവിൽ നമ്മൾ ഈ കൗൺസിൽ യോഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സുഗതൻ പങ്കെടുക്കാത്ത കൗൺസിൽ യോഗം എന്നുള്ളത്. പക്ഷേ അതിൽ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് അവരുടെ വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കൗൺസിൽ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ സുഗതനുണ്ട് കേട്ടോ. പക്ഷേ സുഗതൻ അവിടെ എത്തിയിട്ടില്ല. പക്ഷേ ആ മിനിറ്റ്സിൽ സുഗതനുണ്ട്. അത് മേയർ ഈ മിനിറ്റ്സ് സൂക്ഷിക്കുന്നതൊക്കെ മേയറുടെ മേൽനോട്ടത്തിലും മേയറുടെ അണ്ടറിലുമാണ്. അപ്പോൾ അവരത്തരം മാൽ പ്രാക്ടീസ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് പിന്നോട്ട് പോകേണ്ടി വരും തോന്നുന്നു, ഈ സുഗതൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത്. കാരണം സുഗതൻ്റെ ആണ് ബെസ്റ്റ് സമയം എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ മനസ്സിലാകുന്നത്. സുഗതൻ്റെ കേസ് പറയുമ്പോഴാണ് സുഗതൻ ഒരാളെ കല്ലുകൊണ്ട് തലക്കടിച്ചതിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ്, പിന്നെ മറ്റൊരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി വാഹനങ്ങളും വീടും ആക്രമിച്ചു തകർത്തു, അതടുത്ത കേസ്. മറ്റൊന്ന് ഭർത്താവിനെതിരെയുള്ള പക തീർക്കാൻ ഭാര്യയെ വീട്ടിൽ കയറി ആക്രമിച്ചു. പിന്നൊന്ന് ബിസിനസ് തകർത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം എന്ന് തുടങ്ങി സെക്യൂരിറ്റി ജീവനക്കാരന് പണം നൽകാത്തതിന് ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസ്. സർവ്വതല സ്പർശിയാണ് സുഗതൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ. എന്ന് തുടങ്ങി കാപ്പാക്കേസ് പ്രതി എന്നുള്ളത് ചുമ്മാ അങ്ങ് കിട്ടിയതോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കാര്യമെന്ന് BJP ഒക്കെ പറയുന്നത് സത്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇവർ വെറുതെയെങ്കിലും ഇങ്ങനെയൊക്കെ കേസിൻ്റെ ഹിസ്റ്ററികൾ പരിശോധിച്ചാൽ പോലും അവർക്കത് എങ്ങനെ പറയാൻ കഴിയുന്നുള്ളത്. പക്ഷെ അത് ഈ ഗതികേട് കൊണ്ടാണെന്നേ അവരുടെ ഒരു ഭരിക്കണമെങ്കിൽ പറയേണ്ടത് പറഞ്ഞ പോലെ ഇരുന്നിട്ടൊന്ന് കാല് നിട്ടെങ്കിൽ ഇത് പറ്റണ്ടേ ഇവരെ കൊണ്ട് അതുകൊണ്ടാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ സകല മാൽ പ്രാക്ടീസും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും സുഗതനെ സംരക്ഷിക്കണം. സുഗതനാണ് നിലവിൽ നമ്മുടെ ചിഹ്നം സുഗതൻ എന്ന് പറയുന്നത് പോലെയാണ്. ഈ കോർപ്പറേഷൻ്റെ ഐശ്വര്യമേ സുഗതനാണ്. അതുകൊണ്ട് സുഗതനില്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് നേരെ നിന്ന് മേയറാണെങ്കിലും BJP സംസ്ഥാന അധ്യക്ഷനാണെങ്കിലും മറ്റുള്ളവരും അയാൾക്കായി നിലകൊള്ളുകയാണ്. ശ്രീലേഖയൊക്കെ കവിത എഴുതുകയാണ് ഫേസ്ബുക്കിൽ, കവിതയും കഥയും ഒക്കെ. എങ്ങനെ സുഗതൻ ഇങ്ങനെ സുഗതൻ ഗുണ്ടയായത് നാട്ടുകാർക്ക് വേണ്ടി. നമ്മളിപ്പം വായിച്ച കേസുകളൊക്കെ കണ്ടില്ലേ, സുഗതൻ ജനങ്ങളുടെ ക്ഷേമത്തിന് ഗുണ്ടയായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരി നിന്ന് എല്ലാവരും പുകഴ്ത്തുന്നൊരവസ്ഥയാണ്. അപ്പോൾ നിലവിലിനി കോടതി ഇതിൽ, അതായത് ഇപ്പോൾ കാപ്പ സമിതിയെ ഇവർ സമീപിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിയമപരമായ നീക്കുപോക്കുകൾ ഇനി വരുന്നത് എന്ന പോലെ ഇരിക്കും അവിടുത്തെ ഒരു ഭാവി എന്നാണ് തോന്നുന്നത്.